ഫോർത്ത് അലോട്ട്മെൻറ്റിൽ അഥവാ ഫോർത്ത് റൗണ്ടിൽ അഥവാ സ്റ്റേ വേക്കൻസി റൗണ്ടിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞ് പോയില്ല എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. അതോടൊപ്പം അടുത്ത 2 കൊല്ലത്തേക്ക് നിങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കിട്ടുക സ്റ്റേറ്റുകളിൽ കിട്ടിയ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോവും. അതോടൊപ്പം അടുത്ത 2 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് നീറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. ഹായ്, ഒരുപാട് ആശങ്കകൾക്ക് ശേഷം ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നമ്മളുടെ നീറ്റ് റാങ്ക് വന്നതിന് ശേഷമുള്ള മെഡിക്കൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് തുടങ്ങാനായിരിക്കുന്നു. ഓഗസ്റ്റ് 14-നാണ് പ്രോസസ്സ് ഔദ്യോഗികമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ഘട്ടങ്ങളായിട്ടാണ് തുടങ്ങുന്നത്. ഒന്ന്, ആദ്യം രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം നിങ്ങൾ. നമ്മൾ ആദ്യം തന്നെ സൈറ്റിൽ കയറി mcc.nic.in വെബ്സൈറ്റിൽ കയറി ന്യൂ രജിസ്ട്രേഷൻ നടത്തണം. രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറൊക്കെ ചേർത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കയ്യിൽ വെച്ച് സൂക്ഷിച്ച് അതിൽ വരുന്ന OTP വഴിയൊക്കെയാണ് രജിസ്ട്രേഷൻ പ്രോസസ്സിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട്, അക്കാഡമിക് ഇൻഫർമേഷൻ ഉണ്ട്. അതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഈ പ്രോസസ്സിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ആ പ്രോസസ്സിനെ കുറിച്ച് രജിസ്ട്രേഷനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ആ രജിസ്ട്രേഷനാണ് 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 20-ാം തീയതി ഉച്ചയ്ക്ക് 3 മണി വരെയുണ്ട്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്നത് ചോയ്സ് ഫില്ലിംഗ് ആണ്. അത് 16-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ വിദ്യാർത്ഥികളെല്ലാവരും ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലെ ചോയ്സ് ഫില്ലിങ്ങും രജിസ്ട്രേഷനും ഒന്നിച്ച് ഒരു ദിവസം ചെയ്യുന്നതായിരിക്കും നന്നാവുക. അതായിരിക്കും സൗകര്യപൂർവ്വം. കരിയർ ഗുരുവിൽ സൗകര്യം ഒരുക്കുന്നുണ്ട്. വളരെ കൃത്യമായി ചോയ്സസ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. അതിന് 16-ാം തീയതി മുതൽ തന്നെയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഈ 16-ാം തീയതി തുടങ്ങുമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉച്ച കഴിയും ചോയ്സ് വരാൻ, ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും വരിക. അത്തരം അനിശ്ചിതത്വങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയിട്ട് വേണം ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ. ദെൻ ആദ്യത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വരുന്നത് രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിങ്ങും വരുന്നത് 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ രജിസ്ട്രേഷനും 16-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ചോയ്സ് ഫില്ലിങ്ങുമാണ്. 2ാം ഘട്ട അലോട്ട്മെൻറ്റിന് വേണ്ടിയുള്ള രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും നടക്കുന്നത് സെപ്റ്റംബർ 5 മുതൽ 10 വരെയുള്ള തീയതികളിലാണ്. 3ാം ഘട്ട അലോട്ട്മെൻറ്റ് സെപ്റ്റംബർ 26 മുതൽ ഒക്ടോബർ 2 വരെയാണ് നടക്കുന്നത്. ഈ ലാസ്റ്റ് സ്റ്റേ വേക്കൻസി റൗണ്ട് നടക്കുന്നത് ഒക്ടോബർ 16 മുതൽ ഒക്ടോബർ 20 വരെയാണ്. ഈ ഘട്ടം വരെയും ഇതുവരെയും ഇത് പറയുന്നത് വരെയും വീഡിയോ ഇടുന്നത് വരെയും രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് 14 ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്നായിരുന്നു. വൈകിയേക്കാം. ഈ 4 അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചും റൗണ്ടുകളെ കുറിച്ചും കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. അതോടൊപ്പം രജിസ്ട്രേഷനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാവണം. തെറ്റായ കാര്യങ്ങൾ ചെയ്യാതെ സൂക്ഷ്മമായി കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. കരിയർ ഗുരുവിൽ അതിന് അവസരമൊരുക്കുന്നുണ്ട്. ആ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക. എന്താണ് രജിസ്ട്രേഷൻ? നമ്മൾ കയറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2 ഘട്ടമായിട്ടാണ് 2 ടൈപ്പായിട്ടാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ടോട്ടൽ മെഡിക്കൽ കോളേജുകളിലേക്ക് ഓൾ ഇന്ത്യ ലെവലിലും സ്റ്റേറ്റ് ലെവലായിട്ട് നടത്തുന്നത്. ഒന്ന് MCC നടത്തുന്ന ഓൾ ഇന്ത്യ കോട്ട 15% സീറ്റിലേക്കും, അതുപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ വളരെ പെർട്ടിക്കുലറായ ശതമാനം സീറ്റുകളിലേക്കും, അതുപോലെ തന്നെ ESI കോട്ടയിലെ IP കോട്ട സീറ്റുകൾക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ്. ദെൻ അതുപോലെ തന്നെ എയിംസിൻ്റെ പ്രോസസ്സെല്ലാം എയിംസിൻ്റെ എല്ലാ 20 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് MCC വഴിയാണ്. മുഴുവൻ സീറ്റും അതുവഴിയാണ് അലോട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഓരോ ഗവൺമെൻറ് കോളേജിൽ, ഇപ്പോൾ കേരളത്തിലുള്ള ഗവൺമെൻറ് കോളേജ് കോഴിക്കോട്, ട്രിവാൻഡ്രം, കോട്ടയടക്കമുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ട വഴി അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 85% സീറ്റുകൾ പിന്നീട് സ്റ്റേറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ നീറ്റ് റാങ്ക് സ്റ്റേറ്റ് റാങ്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടാവുന്ന ആ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ വേറൊരു സ്റ്റേറ്റ് അലോട്ട്മെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. രണ്ടാണ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത്. MCC മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ടത് നിലവിലുള്ള കണക്കുകൾ അനുസരിച്ച് 373-74 ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നിലവിലുള്ളത്. അത് ഈ പറഞ്ഞ ഡീംഡ് യൂണിവേഴ്സിറ്റി വേറെ തന്നെ, അത് ആ ഗണത്തിൽ ഞാൻ പെടുത്തിയിട്ടില്ല. 40-ന് മേലെ ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. 14 ലക്ഷം മുതൽ അങ്ങോട്ട് മേലോട്ടാണ്. അപ്പോൾ പൈസ കൊടുത്ത് പഠിക്കാൻ പോകാൻ പറ്റുന്ന ആളുകൾ മാത്രം അത് ചെയ്താൽ മതി. അതിൻ്റെ രജിസ്ട്രേഷൻ പ്രോസസ്സും ഇതിൻ്റെ കൂടെ തന്നെയാണ് നടക്കുന്നത്. ഫീസ് വേറെയാണെന്നേ ഉള്ളൂ. രജിസ്ട്രേഷൻ പ്രോസസ്സിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ കേരള അലോട്ട്മെൻറ്റ് പോലെയല്ല. കേരള അലോട്ട്മെൻറ്റ് നമ്മൾ നേരിട്ട് അങ്ങ് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ഒരു വലിയ രജിസ്ട്രേഷൻ പ്രോസസ്സ് അതിൽ വരുന്നില്ല. അതേസമയത്ത് ഓൾ ഇന്ത്യയിൽ അങ്ങനെയല്ല. നമ്മൾ ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ സൈറ്റിൽ കയറി ഇപ്പോൾ നമ്മൾ 14-ാം തീയതി ഓപ്പൺ ചെയ്തല്ല, 14-ാം തീയതി തന്നെ കറക്റ്റ് വന്നോളണമെന്നൊന്നുമില്ല. അഥവാ 14-ാം തീയതി വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ
നമ്മൾ ആദ്യം ചെയ്യേണ്ടത് MCCയുടെ വെബ്സൈറ്റിൽ കയറി ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ രജിസ്ട്രേഷനിൽ ആപ്ലിക്കേഷൻ നമ്പറും റോൾ നമ്പറൊക്കെ കയറ്റിക്കൊണ്ട് നമ്മളത് ലോഗിൻ ചെയ്യണം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ OTP റേസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ രജിസ്ട്രേഷന് പോകാൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡും നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ യൂസ് ചെയ്ത രജിസ്ട്രേഷന് വേണ്ടി ഉപയോഗിച്ച മൊബൈലും കയ്യിലുണ്ടാവണം. കാരണം അതിലേക്കാണ് OTP വരുന്നത്. ദെൻ OTP നമ്മൾ ചേർത്ത് കഴിഞ്ഞ് പ്രോസസ്സ് തുടങ്ങി അക്കാഡമിക് ഡീറ്റെയിൽസ് ചേർക്കണം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചേർക്കണം. മറ്റ് ഡീറ്റെയിൽസുകളെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഏത് ചോയ്സാണ് നമുക്ക് അതിൻ്റെ തുടങ്ങുമ്പോൾ തന്നെ AFMC ഈ അക്കാഡമിക് ഡീറ്റെയിൽസ് ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ AFMCയിൽ താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് നമ്മളോട് ചോദിക്കും. AFMCയിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് അറിയിക്കാം. രജിസ്ട്രേഷൻ മാത്രമേ AFMC വഴി മീൻസ് MCC വഴി AFMC ചെയ്യുന്നുള്ളൂ. ബാക്കി സെലക്ഷൻ പ്രോസസ്സ് എല്ലാം AFMC വേറെ തന്നെ പ്രോസസ്സിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ രജിസ്ട്രേഷൻ കഴിഞ്ഞ് AFMC താല്പര്യം അറിയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏത് ടൈപ്പ് കോളേജാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത്. ഉദാഹരണത്തിന് ഓൾ ഇന്ത്യ കോട്ട നമുക്ക് സെലക്ട് ചെയ്യാം, ESIC സെലക്ട് ചെയ്യാം, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യാം, എയിംസ് സെലക്ട് ചെയ്യാം. ഡീംഡ് യൂണിവേഴ്സിറ്റി താല്പര്യമുണ്ട് അതിലേ കിട്ടൂ എന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഡീംഡ് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ രജിസ്ട്രേഷൻ ഫീസ് 3 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് 2,11,000 രൂപയാവും. 2,11,000 അടക്കണം ഡീംഡ് കൂടി ഉള്ളവരാണെങ്കിൽ. ഡീംഡ് അല്ലാതെ ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് മാത്രം കൊടുക്കുന്ന ആളുകളാണ് എങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എയിംസ് ഒക്കെ അടക്കമുള്ള ഡീംഡ് ഒഴിവാക്കിയിട്ടുള്ളതാണെങ്കിൽ ജനറൽ കാൻഡിഡേറ്റ്സിന് 11,000 രൂപയാണ് ഫീസ് അടക്കേണ്ടത്. OBC മറ്റ് കാൻഡിഡേറ്റ്സിനെല്ലാം 5,500 അടക്കേണ്ടത്. ഈ 3 ഫീസ് അടക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ താല്പര്യം അറിയിച്ച് കഴിഞ്ഞാൽ ഡീംഡ് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് നമ്മൾ താല്പര്യം ഇല്ലെങ്കിൽ ഡീംഡ് ഒഴിവാക്കുക. ഡീംഡ് അബദ്ധത്തിൽ രജിസ്റ്റർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്ത് റീ രജിസ്റ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് പിന്നീട് കിട്ടും. അത് ഒരു 2 ദിവസം ചിലപ്പോൾ എടുക്കും. അങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളെ താല്പര്യമൊക്കെ അറിയിച്ച് കഴിഞ്ഞ് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം ചോയ്സ് ഫില്ലിങ്ങിലേക്ക് നമ്മൾ പോകും. 14-ാം തീയതി രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്ക് ചോയ്സ് ഫില്ലിങ്ങിന് പിന്നെ 16-ാം തീയതി കാത്തിരിക്കണം. 16-ാം തീയതി കഴിഞ്ഞതിന് ശേഷമേ കോളേജുകൾ വരുള്ളൂ. ഈ പ്രാവശ്യം നിലവിലുള്ള കണക്കനുസരിച്ച് 372-73 കോളേജുകളാണ് ഉള്ളത്. ഈ പ്രാവശ്യം പുതിയ കോളേജുകൾ വരുന്നതോടെ അത് 400-ആയി മാറിയേക്കാം. നമുക്ക് എത്ര സീറ്റ് വേണം, എത്ര കോളേജ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. MBBSഉം BDSഉം നഴ്സിംഗുമാണ് ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ സീറ്റ് ഫില്ല് ചെയ്യുന്നത്. 372-73 മെഡിക്കൽ കോളേജുകളും ഏകദേശം ഒരു 10-40 വരുന്ന BDS കോളേജുകളും അത്ര തന്നെ വരുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പരാമർശിക്കുന്നില്ല. അത് താല്പര്യമുള്ളവർ മാത്രം അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി. ദെൻ ഈ പ്രോസസ്സൊക്കെ നടത്തും. ചോയ്സ് ഫില്ല് ചെയ്യുന്നു. ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 അഥവാ സ്ട്രേ വേക്കൻസി. റൗണ്ട് 4 എന്നില്ല, സ്ട്രേ വേക്കൻസി അലോട്ട്മെൻറ്റ് എന്ന് പറയാം. 3 റൗണ്ട്സേ ഉള്ളൂ. മുൻപൊരു സുപ്രീം കോർട്ട് ഹർജി സബ്മിറ്റ് ചെയ്തൊരു ഹർജി പ്രകാരമാണ് 3ാമത്തൊരു അലോട്ട്മെൻറ്റ് മോപ്പപ്പ് ആയിരുന്നത് മാറ്റിയതാണ്. അത് നമുക്ക് അതിൻ്റെ സാങ്കേതികതയിലേക്ക് നമ്മളിപ്പോൾ തൽക്കാലം കടക്കുന്നില്ല. ആദ്യത്തെ ശ്രദ്ധിക്കേണ്ടത് ഫ്രീ എക്സിറ്റ്. കേരള അലോട്ട്മെൻറ്റിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റേറ്റ് അലോട്ട്മെൻറ്റുകളിൽ നിന്ന് മറ്റ് അലോട്ട്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ളൊരു പ്രത്യേകത, ഈ MCCയുടെ ഒരു പ്രത്യേകത, റൗണ്ട് 1 നമ്മൾ 50 സീറ്റേ ചേർത്തുള്ളൂ അല്ലെങ്കിൽ 50 ചോയ്സേ ചേർത്തുള്ളൂ എങ്കിൽ പോലും റൗണ്ട് 2 പോകുമ്പോൾ നമുക്ക് ഈ ചേർത്തതും ചേർക്കാത്ത എത്ര വേണമെങ്കിലും പിന്നെയും ചേർക്കാം. കേരളത്തിൽ അങ്ങനെയല്ല. കീമിൽ നമ്മൾ ആദ്യം ഒരു 12 കോളേജിൽ 10 ചേർത്തുള്ളൂ എങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ 10 ചേർത്ത ആ ഹയർ ഓപ്ഷൻ മാത്രമേ, ആ ഓപ്ഷൻസ് മാത്രമേ ഹയർ ഓപ്ഷനായിട്ട് പരിഗണിക്കുകയുള്ളൂ. പുതുതായിട്ടൊന്നും ചേർക്കാൻ കഴിയില്ല. അതേസമയത്ത് നമ്മൾ 50 ചേർത്തു. 50 കോളേജ് ആദ്യത്തെ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് റൗണ്ടിന് വേണ്ടി ചേർത്തു. സെക്കൻഡ് റൗണ്ടിൽ കയറുമ്പോൾ ഈ റൗണ്ടിൽ നമ്മൾ ചേർത്തതൊന്നും അതിലുണ്ടാവില്ല. പുതിയ ലിസ്റ്റ് വീണ്ടും ചേർക്കണം. കേരളത്തിൽ അങ്ങനെയല്ല. നമ്മൾ ആദ്യം ചേർത്ത ലിസ്റ്റ് അവിടെ കിടപ്പുണ്ടാവും. റീഅറേഞ്ച് ചെയ്യാം. ദെൻ അതേസമയത്ത് നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, 50 ചേർത്തു, നമുക്ക് ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുത്തു. ചോയ്സ് ഫില്ല് ചെയ്ത് കൊടുത്തു നമുക്ക് ഏതെങ്കിലും ഒന്നിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ദെൻ ഉദാഹരണത്തിന് 50 ചേർത്തതിൽ 10ാമത്തതാണ് കിട്ടിയതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പോയി ജോയിൻ ചെയ്യാം, ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യാം. ഫിസിക്കലി റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷന് താല്പര്യമുണ്ട്, അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുള്ള കോളേജിൽ അറിയിച്ചു കഴിഞ്ഞാൽ
അതവിടെ നോട്ട് ചെയ്യും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്ഗ്രേഡിന് താല്പര്യം അവിടെ തന്നെ പെർമനൻ്റ് ആയിട്ട് ചേരുന്നില്ല എന്നുള്ളത് അറിയിക്കണം സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകാനാണെങ്കിൽ. ഇനി അതല്ല, നിങ്ങൾ പോവാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല, റിപ്പോർട്ട് ചെയ്യാതിരുന്നാലും കുഴപ്പമില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് റൗണ്ടിൽ പങ്കെടുക്കാൻ കഴിയും. കേരളത്തിൽ അങ്ങനെയല്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടി, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ സെക്കൻഡ് റൗണ്ടിൽ പങ്കെടുക്കാനുള്ള നിങ്ങളുടെ അവകാശം നഷ്ടപ്പെടും, കിട്ടിയ സീറ്റും പോവും, തുടർന്ന് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റില്ല. അവസാനം പങ്കെടുക്കാൻ പറ്റുന്ന മോപ്പപ്പിലാണ്. ഓൾ ഇന്ത്യയിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. റൗണ്ട് 1 നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. റൗണ്ട് 1 ജോയിൻ ചെയ്തില്ലെങ്കിൽ ഫ്രീ എക്സിറ്റ്, ഫീസ് നഷ്ടപ്പെടില്ല, രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി റൗണ്ട് 2 ഏകദേശം ഒരു സെപ്റ്റംബർ ആദ്യത്തിലായിട്ടായിരിക്കും, മിക്കവാറും 5-നാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 10-ാം തീയതി വരെ അതുണ്ട്. നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തു, ജോയിൻ ചെയ്ത് കിട്ടി, സീറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ സീറ്റ് മാറിയിട്ട് നമ്മൾ സെക്കൻഡ് റൗണ്ടിൽ പുതിയ സീറ്റ് വന്നാൽ നമ്മൾ പുതിയത് എടുക്കണം. നിങ്ങൾ അപ്ഗ്രേഡ് ജോയിൻ ചെയ്ത ആളുകളാണെങ്കിൽ, ജോയിൻ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ആ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ആ സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പുതിയ റൗണ്ടിൽ നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുകയും പുതിയത് എടുക്കുകയും വേണം. അങ്ങനെ പുതിയത് കിട്ടിയാൽ ചോയ്സ് 2 റൗണ്ട് 2 നിങ്ങൾ ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഫോർഫീച്ചർ എക്സിറ്റ് എന്നാണ് പറയുക. ശ്രദ്ധിക്കുക, റൗണ്ട് 2 ഫോർഫീച്ചർ എക്സിറ്റാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും കിട്ടിയത് ജോയിൻ ചെയ്തില്ല എങ്കിൽ. പക്ഷേ തേർഡ് റൗണ്ടിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം. തേർഡ് റൗണ്ടിൽ പങ്കെടുത്താൽ പുതിയ രജിസ്ട്രേഷനും പുതിയ ചോയ്സസ് നിങ്ങൾ ഫില്ല് ചെയ്യണം. പുതിയ ചോയ്സ് ഫില്ല് ചെയ്ത് തേർഡ് റൗണ്ടിൽ നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കാം. തേർഡ് റൗണ്ടിൽ കൊടുത്തിട്ട് കിട്ടിയിട്ട് പോയില്ല എങ്കിൽ, റിപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത റൗണ്ടുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ഫീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഇനി ഫോർത്ത് റൗണ്ടിൽ തേർഡ് റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മോപ്പപ്പ് റൗണ്ടാണ്, സ്റ്റേ വേക്കൻസി റൗണ്ടാണ്. മോപ്പപ്പ് എന്നല്ല, സ്റ്റേ വേക്കൻസി റൗണ്ട് എന്നാണ് പറയുക. ഈ 3 അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ ബാക്കിയായ 3 റൗണ്ടുകളിൽ ബാക്കിയായ സീറ്റ് വീണ്ടും വിതരണം ചെയ്യുന്നതാണ്. അതിൽ ഇതുവരെ പങ്കെടുക്കാത്തവർക്കോ ഇതുവരെ സീറ്റ് കിട്ടാത്തവർക്കോ പങ്കെടുക്കാവുന്നതാണ്. എന്തായാലും തേർഡ് റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ട് ഒഴിവാക്കിയ ആളുകൾക്ക് എന്തായാലും പങ്കെടുക്കാൻ കഴിയില്ല. ഫോർത്ത് അലോട്ട്മെൻറ്റിൽ അഥവാ ഫോർത്ത് റൗണ്ടിൽ അഥവാ സ്റ്റേ വേക്കൻസി റൗണ്ടിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞ് പോയില്ല എങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. അതോടൊപ്പം അടുത്ത 2 കൊല്ലത്തേക്ക് നിങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കിട്ടുക, സ്റ്റേറ്റുകളിൽ കിട്ടിയ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോവും. അതോടൊപ്പം അടുത്ത 2 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് നീറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുകയുമില്ല. ഇത്തരം കാര്യങ്ങൾ വളരെ വസ്തുനിഷ്ഠമായി മനസ്സിലാക്കി കൃത്യമായ ചോയ്സ് ഫില്ല് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൃത്യമായ ചോയ്സ് ഫില്ല് ചെയ്യാൻ കൺവെയൻസ്, യാത്രാ സൗകര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ, അതുപോലെ ചില കോളേജുകളിൽ ഫീസൊക്കെ കൂടുതലായിരിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു. ഇപ്പം മഹാരാഷ്ട്രയിൽ 1 ലക്ഷത്തിന് മേലെയാണ് ഫീസ്, കർണാടകയിൽ 70-നടുത്താണ് ഫീസ്, പഞ്ചാബിൽ 1 ലക്ഷത്തിന് മേലെ ഫീസ് വരുന്നുണ്ട്, ഗോവയിലും പുതുച്ചേരിയിലും ഫീസ് കൂടുതലുണ്ട്. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി യാത്രാ സൗകര്യങ്ങളൊക്കെ കൃത്യമായി അറിയിച്ച് കൺവെയൻസിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൃത്യമായി ചോയ്സ് ഫില്ല് ചെയ്യുന്നൊരു പ്രോസസ്സാണ് കരിയർ ഗുരുവിൽ നടക്കുന്നത്. അത് നമ്മൾ നിങ്ങളെ സഹായിക്കുന്നു. നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.